മനോഹരമായ ഈ പ്രഭാതം ദാനം തന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. പൗരുഷനിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. എത്ര ആശംസിച്ചാലും ദുഃഖവും കഷ്ടവും നഷ്ടവും രോഗവും ഇങ്ങനെ ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ ഇടയിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടെ നമുക്കൊരു നല്ല ദിവസത്തെ സ്വീകരിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്: കാൽ വഴുതാത്ത ജീവിതം. 17-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ നടപ്പ് അങ്ങയുടെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ഞാനതിനെ ഒന്ന് ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചോട്ടെ. My steps have stayed on your paths. My feet have not slipped. ഈ കാല് സ്ലിപ്പ് ചെയ്യുക. വിദേശത്ത് നിയമങ്ങളുണ്ട്, ഇവിടെയുമുണ്ട്, പ്രാബല്യത്തിലായി വരുന്നേ ഉള്ളൂ. പബ്ലിക് വാഷ്റൂമുകൾ, ടോയ്ലറ്റുകൾ, ബാത്റൂമുകൾ, അതിൻ്റെ ഏരിയയിലോട്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത് കഴുകുന്ന സമയമാണെങ്കിൽ ഒരു ബോർഡ് സ്ഥാപിക്കും. സ്ലിപ്പറി സർഫസ് എന്നതിൽ എഴുതിയിരിക്കും. അതവിടുത്തെ നിയമമാണ്. ഒരാൾ തെന്നി വീണാൽ വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്നാൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തും ഉത്തരവാദിത്വം കഴിഞ്ഞു. തെന്നി വീഴാൻ സാധ്യതയുണ്ട്. വേറെ ചില സ്ഥലത്ത് മൈൻഡ് യുവർ സ്റ്റെപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ താഴ്ച വരും, അല്ലെ ഉയർച്ച വരും. അങ്ങനെയുള്ളത് കൊണ്ടാണ്. അതൊക്കെ നാളുകൾ കൊണ്ട് നിലവിൽ കൊണ്ടുവന്ന നിയമങ്ങളാണ്. എന്നാൽ ഈ വചനം മറ്റൊരു നിയമം നമ്മളോട് പറയുകയാണ്. കേൾക്കണേ: തെന്നി വീഴാൻ സാധ്യതയുണ്ട് എന്ന വചനം പറയുക. കർത്താവ് പറയുക, വെറ്റ് സർഫസ് എന്നും സ്ലിപ്പറി സർഫസ് എന്നും മൈൻഡ് യുവർ സ്റ്റെപ്പ് എന്നും എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വീണാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഇതേ കാര്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ കാല് വഴുതിയില്ല. ഇപ്പോഴത്തെ ചില ചെരുപ്പ് കടക്കാർ, ഓൺലൈൻ ചെരുപ്പ് ബിസിനസ്സുകാർ പറയുന്നു, ഈ ചെരുപ്പ് ഇട്ടിട്ട് നിങ്ങൾ തെന്നി വീണാൽ ചെരുപ്പിൻ്റെ പൈസ തിരിച്ചു തന്നേക്കാം. തെന്നി വീണ് നടുവൊടിഞ്ഞ് കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ പൈസ തിരിച്ച് കിട്ടിയിട്ട് കാര്യമുണ്ടോ? നല്ല ഷൂ മേടിച്ചാൽ അങ്ങനെ തെന്നുകയില്ല. എൻ്റെ അനുഭവത്തിൽ സാധാ ഇടുന്ന ചെരുപ്പുകളിൽ പലതും കുറച്ച് ദിവസം കഴിയുമ്പോൾ അടി സ്ലിപ്പായി പോവും, തെന്നിപ്പോവും. ക്രോക്സ് മാത്രമേ തെന്നാത്തതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ അതിന് ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിൽ വരാൻ വേണ്ടി എങ്ങനെ വരുന്നത്, എൻ്റെ കാല് വഴുതിയില്ലെന്നൊരാൾ പറയുക. അപ്പം നമുക്ക് അവനോട് ചോദിക്കാം, ഏത് ചെരുപ്പായിട്ടത്? ചെരുപ്പല്ല, വഴിയാണ് പ്രശ്നം. അപ്പോൾ ഒരു ചിന്ത കിട്ടുകയാണ്. ചെരുപ്പ് മാറുന്നതിനേക്കാൾ റോഡ് മാറുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ തെന്നുന്ന വഴിയിലാണോ എങ്കിൽ ചെരുപ്പ് മാറിയോണ്ട് കാര്യമൊന്നുമില്ല. എണ്ണയൊഴിച്ച ഒരു തറയിലോട്ട് ഏത് ചെരുപ്പിട്ടാലും നിൽക്കത്തില്ല. ശരിയാണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ബൈബിളിലോട്ട് നോക്കിയേ. എൻ്റെ നടപ്പ് എൻ്റെ കർത്താവിൻ്റെ പാതകളിലായിരുന്നു, അതുകൊണ്ട് എൻ്റെ കാല് വഴുതിയില്ല. കാല് വഴുതാത്തൊരു ജീവിതം നയിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കാല് വഴുതാത്തൊരു ജീവിതം നയിക്കാൻ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യും. തെന്നുകയില്ല. അപ്പം കർത്താവിൻ്റെ പാത മുഴുവനും താമരപ്പൂ വിരിച്ചതല്ലായിരുന്നു നമുക്കറിയാമല്ലോ. ഗദസമന ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഭയങ്കര വേദനയുള്ള സ്ഥലമാണ്. പിന്നെ ബോട്ട് യാത്ര, വിശന്നിട്ട് ഭക്ഷണം കിട്ടാതെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി ഒരു പഴം കിട്ടുമെന്ന് നോക്കിയ സമയം. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ പാത സത്യമായിരുന്നു, ആ പാത നീതിയായിരുന്നു, ആ പാത വെളിച്ചത്തിലായിരുന്നു. അതുകൊണ്ട് വീഴത്തില്ല. അതുകൊണ്ട് എൻ്റെ നടപ്പ് കർത്താവ് വെച്ച വഴിയിലായതുകൊണ്ട് എൻ്റെ കാല് തെന്നത്തില്ല, ഇടറുകയില്ല, സ്ലിപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ്, ഇവിടെ കാല് ഇടറാൻ സാധ്യതയുണ്ട്. there are slippery സർഫസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനത്തിൻ്റെ പാതയിൽ നടക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.